ഹായ് ഓൾ, വെൽക്കം ബാക്ക്. വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ആക്കണേ. ഇതുണ്ടല്ലോ ഞാൻ വന്നിട്ടുള്ളത് ഫ്രൈഡേ ഡേ മൈ ലൈഫായിട്ട് ജുമെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിന് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ ബെഡ്ഷീറ്റെല്ലാം നന്നായിട്ട് വിരിക്കാനെല്ലാം ഉണ്ടേനു. മോർണിംഗ് അതിനൊന്നും ഇന്ന് ടൈം കിട്ടിയില്ല, എന്താണെന്നറിയില്ല, ടൈം വേഗം പോയതുപോലെ തോന്നുന്നു. അങ്ങനെ ഉണ്ടല്ലോ ബെഡെല്ലാം നന്നായിട്ട് വെച്ചിന്. പിന്നെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയെല്ലാം സ്റ്റാർട്ടാക്കിന് കേട്ടോ. അങ്ങനെ ഇതാ ലിവിങ് ഏരിയയിലെ സോഫയിൽ എല്ലാം ഇങ്ങനെ ആകെ എന്തോ ഒരു അലമ്പായിട്ടാണുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് അടിച്ച് വരുന്നതും തുറക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെന്താ ഞാൻ കുറച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റാക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കിച്ചണിലോട്ടേക്ക് വന്നിനേനു. ഞാൻ അതായത് ഈവനിങ് അതായത് നൈറ്റത്തേക്ക് ഞാനിങ്ങനെ വിചാരിച്ചിനേനു ബീഫ് കറിയും ഇങ്ങനെ ഓട്ടുപത്തിലുണ്ടല്ലോ അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുക്കറെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് ബീഫിന്, അങ്ങനെയല്ലോ കേട്ടോ. ഇതാ കുക്കറെല്ലാം എടുത്ത് വെച്ച് ഇനി ഇതെല്ലാം കയറ്റ് കൊടുക്കണം കേട്ടോ. കുക്കറെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റ് കൊടുക്കണം. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഓട്ടുപത്തിലിനുള്ള മാവെല്ലാം ഞാൻ രാവിലെ അരച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിനെ. അങ്ങനെ ഇതാ ഒരു 4:30 ആ ഒരു ടൈമായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് മക്കൾക്ക് ഇങ്ങനെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ലോ. പിന്നെ ഇതാ ഓട്ടുപത്തിൽ വേണ്ട ഇലയെല്ലാം ഇതാ ഇങ്ങനെ കയറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ലോ. അങ്ങനെ ഇതാ ഇതെല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ അവിടെ വെച്ച് കൊടുത്തേനെ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ഇവിടെ ഫസ്റ്റായിട്ടാണ് ഓട്ടുപത്തിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രഷ് പുതിയ കല്ലാട്ടോ. അപ്പോൾ ഞാനിതാ നല്ലോണം കയറ്റ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല, ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ഇനിയിപ്പോൾ ചുട്ടെടുക്കലാണ് കേട്ടോ പരിപാടി. ഇതിൽ ഞാനുണ്ടല്ലോ എൻ്റെ ഒരു ബീഫ് കറീൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറീൻ്റെ റെസിപ്പി, ഈ പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന അങ്ങനെ കേട്ടോ. അങ്ങനെ ഇതാ ഞാനിതാ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ കുറച്ച് തേങ്ങൻ്റെ കൊത്ത്, സവാള, നെക്സ്റ്റ് ഇതാ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ അവിടെ കുറച്ച് ടൈമായിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ട്. അങ്ങനെ ഇതാ ഈ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തോട്ടേക്ക് 2 ചീസ് എടുത്തിട്ട് നോർമലി ചീസ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക. കുട്ടിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്ന കേട്ടോ. അങ്ങനെ ഇതാ ഇതെല്ലാം വെച്ചിട്ട് എടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം മക്കൾക്ക് കൊടുത്തിട്ട് അങ്ങനെ രണ്ടാൾക്കും നന്നായിട്ട് കഫക്കെട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഇപ്പം എല്ലാം ഉള്ളത്. അങ്ങനെ ഇതാ ഈ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഇങ്ങനെ പ്ലേറ്റിലാക്കിയിട്ട് ഇനിയിപ്പോൾ മക്കൾക്ക് കൊടുക്കണം കേട്ടോ. അങ്ങനെയല്ലോ. നെക്സ്റ്റ് ഞാനൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്. ഇത് സിമ്പിൾ റെസിപ്പി കേട്ടോ. അങ്ങനെ ഇതാ ഒരു കുക്കർ എടുത്ത് അതിനകത്തോട്ടേക്കുണ്ടല്ലോ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എൻ്റെ കൂടെ തേങ്ങ കൊത്തും അതിൽ തന്നെ ഇട്ടോ കേട്ടോ. പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് നോക്കാമല്ലോ. അങ്ങനെ ഇതാ കുറച്ച് മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയതായിട്ട് മസാലയൊന്നും ആഡ് ആക്കുന്നില്ല. അതായത് ടർമറിക് പൗഡർ, പിന്നെ
കുരുമുളകിൻ്റെ പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ 2-3 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് അത് മാത്രം കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ചധികം വെള്ളം, ഞാൻ പറഞ്ഞില്ലേ ഓട്ട് വത്തിലാണ്, അപ്പോൾ കുറച്ചൊരു കറി വേണമല്ലോ. അപ്പോൾ ഉണ്ടല്ലോ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സാക്കിയിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഞാനിത് അടിച്ച് വെച്ചിട്ട് അടുപ്പത്തോട്ടേക്ക് വെച്ച് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെയല്ലോ ഇതിൽ ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഉണ്ടല്ലോ ഞാനിതെല്ലാം റെഡിയാക്കിയിട്ട് കുറച്ച് ബീഫെല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കരിഞ്ഞു പോയി. അപ്പോൾ പിന്നെയും ഞാൻ ഈ ബീഫ് എടുത്തിട്ട് പെട്ടെന്ന് ഒരു കറി അങ്ങനെ ഉണ്ടാക്കിയതാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് ബീഫ് ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ പോലെ അങ്ങനെ ആക്കണമെന്നേനു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഉണ്ടല്ലോ ഇതാ ഞാനുണ്ടല്ലോ ഓട്ടുവത്തിൽ ചുട്ടെടുക്കലാണ് കേട്ടോ. അതിനായിട്ട് ഞാനുണ്ടല്ലോ വാഴയിലുണ്ടല്ലോ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് തുടച്ചിട്ട് എന്നിട്ടുണ്ടല്ലോ കുറച്ച് അരി എടുത്തിട്ട് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്ന കേട്ടോ. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒറ്റക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ പിന്നെ ഞാനുണ്ടല്ലോ ഓട്ടുകൾ കല്ല് വെച്ച് കൊടുത്തിട്ടില്ലേനോ, അതിങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തോട്ടേക്ക് ഇതിട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുക്കലാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെയല്ലോ. പിന്നെ ഇതുണ്ടല്ലോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ചുട്ടെടുക്കാനായിട്ടാ. അപ്പോൾ ആണ് ഉള്ളെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടെല്ലാം വരും കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ. പുതുതായിട്ട് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ആക്കണേ. അങ്ങനെ ഉണ്ടല്ലോ ഇനി നെക്സ്റ്റ് വീഡിയോസായിട്ട് വ്ളോഗ്സ് എല്ലാം ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ എൻ്റെ പത്തിലെല്ലാം ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ എൻ്റെ ബീഫ് കറിയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയല്ലോ. പിന്നെ ഉണ്ടല്ലോ ഇത് ലാസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ഇതാ ഞാൻ ചെയ്യുന്നില്ലേ ഇതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ എന്തെങ്കിലും സ്പൂണെല്ലാം വെച്ചിട്ട് ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് പൊങ്ങി വന്നിട്ടുള്ള ഓട്ടുവത്തിൽ തയ്യാറാവട്ടോ. അങ്ങനെ എന്നാൽ പിന്നെ ഒരുപാടൊന്നും പറയുന്നില്ല.